ഇത് അവന്റെ പാറ്റല്ലേ? ഇതുകൊണ്ടല്ലേ അവൻ മന്ത്രിയെ തല്ലിയേ? ഇത് നിങ്ങളുടെ റൂമിൽ നിന്ന് കിട്ടിയതാ. സത്യം പറയുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അച്ഛനാണ് അമ്മായിയാണെന്ന് നോക്കൂല. പോക്കിയെടുത്ത് പെരിക്കുകളായി ഞാൻ. സാറേ, അവനെയും കൊണ്ട് അവളുമാര് മുങ്ങി. എങ്ങോട്ട്? ലേഡീസ് ഹോസ്റ്റലിലേക്കായിരിക്കും. സ്റ്റീഫനും കൂട്ടിനും തടയാൻ ശ്രമിച്ചതാ. അവരെ അടിച്ചിട്ടിട്ട് ഓടിക്കളഞ്ഞു. മര്യാദയ്ക്ക് മാറി നിൽക്കാനാ പറഞ്ഞത്. പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഹോസ്റ്റലായത്. വനിതാ പോലീസ് ഇല്ലാതെ സെർച്ച് ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പെൺപിള്ളാരെ കയറി പിടിക്കാൻ വന്നതല്ല. ആഭ്യന്തരമന്ത്രിയെ തല്ലിയ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാ. ഈ മേരി പൈസ് മേട്ടറായിരിക്കുന്ന ഹോസ്റ്റലാ ഇത്. ഇവിടെ എന്ത് നടക്കണമെങ്കിലും ഞാൻ അറിഞ്ഞിരിക്കണം. വനിതാ പോലീസ് ഇല്ലാതെ ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തരുത്. അവൻ ഇതിനകത്തുണ്ട്. അവനെയും കൊണ്ടേ ഞങ്ങൾ പോവും. ഇതിനകത്ത് ആൺകുട്ടികളെ കയറ്റി ഓടിയില്ല. പിന്നെങ്ങനെ ഒളിപ്പിക്കുന്നത്? അഥവാ അങ്ങനെ ആരെങ്കിലും ഒളിപ്പിച്ച അവളുടെ കൈ ഞാൻ വെട്ടും. അതിന് നിങ്ങൾ വേണമെന്നില്ല. വിശ്വാസമെല്ലാം കയറി പരിശോധിച്ചോളൂ. പക്ഷെ വനിതാ പോലീസ് വരണം. ലേഖേ, മുറിയിലുള്ള കുട്ടികളോടെല്ലാം പുറത്തേക്ക് വരാൻ പറയൂ. യെസ് മാഡം. സർ, ജൂലി, ജൂലി വാതിലോർത്ത് ഞാനാ. എന്തായി കഴിഞ്ഞോ? ഒരു വിധത്തില്. നീ നോക്കി. വലിയ കുഴപ്പമില്ല. പോലീസുകാർക്ക് റൂംസ് ഒക്കെ സെർച്ച് ചെയ്യണമെന്നാ പറയുന്നേ. ഏതായാലും വനിതാ പോലീസ് ഇല്ലാതെ അകത്ത് കയറാൻ പറ്റില്ല എന്നുള്ള എന്റെ ഐഡിയ ഏറ്റു. അതുകൊണ്ട് ഇത്രയും സമയം കിട്ടിയില്ലേ? ഞാൻ വിചാരിച്ച കുടുങ്ങിയെന്ന്. പിന്നെ ലൈലിയോട് രാജിയോട് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ പുറകെ നിർത്തിയാ മതി. എനിക്ക് ആകെ ഒരു ടെൻഷൻ. തുടങ്ങി അവളുടെ ഒരു ടെൻഷൻ. ധൈര്യമായിട്ട് കൊണ്ടുപോടി. ഞാൻ പോണു. സിറ്റി പോലീസ് കമ്മീഷണർ ഇടിയങ്കർത്ത സാർ ഇപ്പൊ എത്തും. നിങ്ങളുടെ വകുപ്പും ന്യായമൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. എന്റെ അമ്മോ, ഇടിയങ്കർത്ത സാറ് വേണം. എനിക്ക് വേണം. നിർത്തണം. ഏത് കർത്തവ്യം വരണെന്ന് ഞാനും നോക്കട്ടെ. എന്തായി ഭാർഗവ, പ്രശ്നം സോൾവ് ചെയ്തോ? ഇല്ല സർ. സംശയം ഉണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടികളുടെ പേരെന്താ? ലേഖ, ജൂലി. കോളേജിലെ നേതാക്കളാണ് സർ. ഈ വരുന്ന സാർ ലേഖ. സാറാണോ കമ്മീഷണർ? നോ, ഐ ആം CI വിഘ്നേശ്വർ. സകല വിഘ്നങ്ങളും മാറ്റാൻ വേണ്ടി നാളികേരം മുടച്ച് കുമ്പിട്ട് തൊഴുന്ന വിഘ്നേശ്വര ഭഗവാനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓ, അപ്പൊ ഗണപതിയാണല്ലേ? സൈലൻസ്. ഈ CI വിഘ്നേശ്വർ ഇറങ്ങി സകല വിഘ്നങ്ങളും മാറ്റിയ ശേഷം മാത്രമേ കർത്താ സാർ ഇറങ്ങൂ. കർത്താ സാർ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ കർമ്മം ക്രിയ. വെറും ക്രിയയല്ല, കൈക്രിയ. ദാറ്റ് ഈസ് ഇടിയൻ കർത്താ സാർ. റെഡി സർ? ഞാൻ എന്ത് കർത്താന്ന് താൻ പറഞ്ഞു? ഇടിയൻ കർത്ത. ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് കരുതി സാർ. അനാവശ്യമായ വിശേഷണങ്ങൾ ചേർത്ത ആളുകളെ പരിചയപ്പെടുത്തിയാൽ നേരിൽ കാണുമ്പോൾ ജനങ്ങളുടെ ഇംപ്രഷൻ പോകും. അതല്ലെങ്കിലും പോകും സാർ. അത് ഞാൻ എന്റെ കോട്ട് കൊണ്ട് കവർ ചെയ്യും. താനെന്ത് ചെയ്യും? ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ? വളരെ ഓക്കെയാണ് സാർ. സാറിന് ഇരിക്കാനുള്ള അന്തരീക്ഷം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പീപ്പിൾ ലാക്കിംഗ് ഇന്റലിജൻസ് ഷോ ദെയർ മസിൽ പവർ. എല്ലാവരും കേട്ടല്ലോ? അതിന്റെ മീനിങ് പിന്നീട് എനിക്ക് പറഞ്ഞു തരാം സാർ. ഓക്കേ, കം ഓൺ. കമിങ് സർ. പണ്ട് ഞാനൊരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയെ വളർത്തിയിരുന്നു. മെരുങ്ങാൻ സമയമായിട്ട് മെരുങ്ങാതെ അതൊരു ദിവസം എന്റെ നേരെ കുരച്ചു ചാടി. ഞാനൊരു പിസ്റ്റൾ എടുത്ത് ഡിഷിം ഡിഷിം ഡിഷിം. മെരുക്കാൻ ശ്രമിച്ചിട്ടും മെരുങ്ങാത്തവർക്ക് എന്റെ ഈ ജീവിതകഥ ഒരു പാഠമായിരിക്കട്ടെ. സാർ, ഇവിടെയെങ്കിലും വേറൊരു കഥ പറയുമെന്ന് വിചാരിച്ചു. പ്രൊസീജിയർ കോഡ് ഡിമാൻഡ്സ് വിമൻ പോലീസ് പാർട്ടിസിപ്പേഷൻ. ദുർഗ, 98 കിലോ തൂക്കവും 8.5 കുതിരശക്തിയുമുള്ള ഞങ്ങളുടെ സർക്കിളിലെ ഏക വനിതാ കോൺസ്റ്റബിൾ. നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഈ വസ്തു മതിയാവോ? പ്ലീസ് പ്ലീസ് മാറിക്ക്. ഗുഡ് മോർണിംഗ് കമ്മീഷണർ. ഞാൻ ഫാദർ കച്ചറത്തറ. എത്രത്തറയല്ല, കച്ചറത്തറ മൈ ഫാമിലി നെയിം. പിന്നെ ഇവരിവിടുത്തെ മേട്രനാണ് മേരി പൈൽസ്. വളരെ സ്ട്രേഞ്ച് നെയിം ഇല്ലേ സർ? മേരി പൈൽസ്. പൈൽസ് അല്ല, പയസ്. പയസ് ഹസ്ബൻഡ് ആണ്. ആയിക്കോട്ടെ, മിസ്സസ് മേരി പൈൽസ്. അതായത് നമുക്ക് ഈ ഹോസ്റ്റൽ ഒന്ന് സെർച്ച് ചെയ്യണം. ആരാണ് ലേഖയും ജൂലിയും? ഞാനാ സാർ ലേഖ. ജൂലി എവിടെ? ഞാനാണ് സാർ ജൂലി. ലേഖയും ജൂലിയും എന്റെ കൂടെ വരണം. നിങ്ങളുടെ മുറി ഒന്ന് കാണണം. ഓക്കേ സർ. വിഘ്നേശ്വർ, എല്ലാ റൂംസും വിശദമായി സെർച്ച് ചെയ്യണം. ഓക്കെ, വരൂ. പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ നിന്നാ മതി. ഈ പെൺകുട്ടികളെ പുറത്തേക്കോ അകത്തേക്കോ വിടരുത്. മേട്രൻ, യു കം വിത്ത് മീ. രണ്ടാളുടെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സർ. ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടാ. അതുകൊണ്ടാ സത്യത്തിൽ പേടിച്ചു പോയി സർ. ഓഹോ, എന്നെ കണ്ടിട്ടാണ് ഒട്ടും പേടിക്കണ്ട. സ്നേഹിക്കാൻ കൂടി അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. എ ഹാർട്ട് ഫുൾ ഓഫ് ലവ്. നിങ്ങളിൽ ആരുടെ ലവറാണ് രമേശ്?
പേടിക്കണ്ട, ലവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്ലസന്റ് ഫീൽ ആണ്. അതിന് പ്രായഭേദമില്ല. ഐ ലൈക്ക് ഇറ്റ്. രമേശ് ഞങ്ങളുടെ ലവറൊന്നും അല്ല സർ. ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട്, അത്രേ ഉള്ളൂ സർ. യുവർ ബോയ് ഫ്രണ്ട്? യെസ് സർ. എന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായി കണക്കാക്കാം. ഞാൻ ഇപ്പോഴും ഒരു യങ് മനസ്സുള്ള സ്റ്റുഡന്റിനെ പോലെയാ. സ്റ്റിൽ ഐ ആം എ ബാച്ചുലർ ബോയ്, യു നോ. ഈ രമേശിന് ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നു. നന്ദിനി പ്രസാദ് അല്ലേ? അതെ സർ. അവരെ അറിയോ? അറിയാം സർ. അതർ റിലേറ്റീവ്സ്? അറിയില്ല സർ. ഇതിലാണ് സർ. ഓ താങ്ക് യു. ഈ ഹോസ്റ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോലീസുകാർ കയറി ഇറങ്ങുന്നത്. പോലീസുകാർ കയറി ഇറങ്ങുന്നത് ഒരു ഹോസ്റ്റലിന്റെ ഐശ്വര്യമാണ് മിസ്സിസ് മേരി പൈൽ. പയസ്, പയസ്. എല്ലായിടവും നല്ലതുപോലെ അരിച്ചു പറക്കിക്കോണം. സർ, ഒരാളെ ഒന്നുമല്ല, 5-8 ആളുകളെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? നോ സർ, മേരി മാഡം ഭയങ്കര സ്ട്രിക്റ്റാ. അല്ലെങ്കിൽ ഒളിപ്പിച്ചേനെ അല്ലേ? സർ ഇതാണ് റൂം. ഓഹോ. എന്താ സർ? ഇവിടെ ഒരു പുരുഷഗന്ധം. ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ ഗന്ധമുണ്ട്. അത് സാറ് പുരുഷനാണല്ലോ. അല്ലല്ല. അയ്യോ അല്ലേ സർ? അതല്ല, ഞാൻ മറ്റൊരു പുരുഷന്റെ ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. സാറിന് തോന്നുന്നതായിരിക്കും. തോന്നുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇല്ല സർ, സാറല്ലാതെ മറ്റൊരു പുരുഷൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ കസിൻസ് വന്നാൽ പോലും താഴത്തെ ഗസ്റ്റ് റൂം വിട്ട് മുകളിലേക്ക് വരാൻ മേരിമേടെ സമ്മതിക്കില്ല സർ. ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ. ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ? അല്ല സർ, ഇത് മുത്തച്ഛനും മാനേജ്മെന്റുമായിട്ടുള്ള ധാരണയില് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാ. ആരുടെ മുത്തച്ഛൻ? ലേഖ ലീഡർ കെയറിന്റെ പേരക്കുട്ടിയാണ് സർ. പിന്നെ ഇവളുടെ ഡാഡിയുടെ ഡൊണേഷന്റെ ഒരു പുഷിങ്ങും കൂടി ഉണ്ട് സർ. ഓ, രണ്ടാളും ഇവിടുത്തെ വലിയ VIP ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഗോൾഡൻ ജൂബിലി ഡേ ആയതുകൊണ്ട് മേക്കപ്പിന് മറ്റേ എടുത്ത് വെച്ചതാ സർ. റേസർ? ചെറുതായിട്ട് മീശ ഉള്ള ചിലര് ഹോസ്റ്റലിലുണ്ട് സർ. അവർക്ക് ഡാൻസിനും മറ്റും മേക്കപ്പ് ചെയ്യാനായിട്ട്. ജൂലി നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമല്ലേ? നന്നായിട്ടൊന്നുമില്ല സർ. മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവെന്ന് പറഞ്ഞ പോലെ ആർട്സ് ക്ലബ് സെക്രട്ടറി അല്ലേ, അതുകൊണ്ട്. നാർക്കോട്ടിക് സെല്ലിൽ 3 കൊല്ലം പയറ്റിത്തെളിഞ്ഞ് എന്നോട് കള്ളം പറയണ്ട. ട്രിവാൻഡ്രം എയർപോർട്ടിൽ 5 കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ല് കൊണ്ട് കണ്ടുപിടിച്ച് കസ്റ്റഡിയിലെടുത്തവനാ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ പോലീസ് നായയുടെ ആവശ്യമില്ലെന്ന ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും പറയുന്നത്. I have my own style of investigation, you know. I am too intelligent. ഇനി പറയൂ, രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ സർ. പറഞ്ഞില്ലല്ലോ. രമേശിനെ ഞങ്ങൾ എന്തിനാ സർ ഒളിപ്പിക്കുന്നത്? ഗസ്. ഇതാരെഴുതിയതാ? ദേ ഇവളുടെ പണിയാ. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ എവിടെയാന്നൊന്നും നോക്കില്ല, കുത്തി വരയ്ക്കും. അതാ സ്വഭാവം. യെസ്, ഗസ്. നിങ്ങൾ എന്തിനു രമേശിനെ വിളിപ്പിക്കണം? സ്റ്റെഫി ഗ്രാഫ്, സാനിയ മിർസ നിങ്ങളുടെ ഫേവറേറ്റ്സ് ആണോ? അതെ സർ. ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടമാണോ? അതെ. രമേശ് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണല്ലേ? അതെ സർ. നിങ്ങൾക്ക് അവരോട് ആരാധനയാണല്ലേ? ഇല്ല സർ. ആരാധന മൂത്തൊരു ക്രിമിനലിനെ ഒളിപ്പിച്ചാലുള്ള അവസ്ഥ അറിയാലോ.